തൈര് ചേർത്തിട്ടുള്ള മീൻകറി കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട തൈര് ചേർത്തിട്ട് ആരെങ്കിലും മീൻകറി ഉണ്ടാക്കുമെന്നല്ലേ? പണ്ടുള്ള ആൾക്കാർ പറയും തൈരും മീനും കൂടെ ചേരത്തില്ല എന്നുള്ളത്. എൻ്റെ ഒപ്പയൊക്കെ പറയാറുണ്ട് കേട്ടോ. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ബംഗാളിൽ കൂടുതലും മീൻകറി ഉണ്ടാക്കുന്നത് തൈര് ചേർത്തിട്ടാണ്. അതുപോലെ കേരളത്തിലെ കണ്ണൂർ ഭാഗങ്ങളിലും തൈര് ചേർത്തിട്ട് മീൻകറി ഉണ്ടാക്കാറുണ്ട്. അത് മത്തി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലോ പറയാൻ വേണ്ട, സൂപ്പർ ടേസ്റ്റ് ആട്ടോ അതിനെ. അപ്പോൾ നമ്മൾ ഇന്ന് അതുപോലത്തെ ഒരു മത്തിക്കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 7 ചാളയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ ചാളയാണ്. ഇതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് 2ആയിട്ടോ 3ആയിട്ടോ മുറിക്കാം. ഞാനിത് 3 പീസായിട്ടാണ് മുറിക്കുന്നത്. ചെറുതായി മുറിച്ചതിന് ശേഷം ഇത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഇതിന് ഒരു അരപ്പുണ്ടാക്കണം. അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ചെറിയ ഉള്ളി, 1 വെളുത്തുള്ളി, 2 പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 1/4 ടീസ്പൂൺ ജീരകം. ഇത് ചെറിയ ജീരകമാണ്. 1 കപ്പ് തൈര്. ഇത് നല്ല പുളിയുള്ള തൈരാണ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ചേരുവകളും ഇട്ടിട്ട് ഒന്ന് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. പച്ചമുളക് വലുതാണെങ്കിൽ ഒന്ന് അരിയിടാം. പെട്ടെന്ന് അരയാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് എടുത്തു വെച്ചേക്കണ തൈര് ഒഴിക്കാം. വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരച്ച അരപ്പിനെ ഒരു ചട്ടിയിലേക്ക് ഒഴിക്കാം. ഇനി ഈ ബൗളൊന്ന് കഴുകി ഒഴിക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കഴുകിയെടുത്തേക്കുന്നത്. ഇതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർക്കാം. കറിക്കും ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഉപ്പിട്ടതിന് ശേഷം ഞാൻ ഇളക്കിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത് എൻ്റെ അടുത്ത വീട്ടിലുള്ള ഒരു ഋഷിത എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയാട്ടോ. അപ്പോൾ അവർ കണ്ണൂക്കാരാണ്. അപ്പോൾ മമ്മിയോട് പറഞ്ഞു, സിമിനോട് പറ ഇതുപോലെ ഒരു മീൻകറി ഉണ്ടെന്ന് ഉണ്ടാക്കി നോക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി നോക്കി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ നിങ്ങൾക്കും കൂടെ അത് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മീൻകറി ഞാൻ എൻ്റേതായ രീതിയിൽ ഓൾട്രേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സൈഡിൽ നിന്ന് പതുക്കെ ഇളക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ തേങ്ങ ചേർത്ത് ഉണ്ടാക്കിയേക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് തിക്കായി വരും. പിന്നെ ഇത് ചെറിയ തീയിലൊന്ന് തിളപ്പിക്കാം കേട്ടോ. ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് മതി കേട്ടോ. 5 മിനിറ്റ് കൂടുതൽ ഇത് തിളപ്പിക്കേണ്ട. ഇത് നമ്മൾ ചട്ടിയിലല്ലേ ഉണ്ടാക്കുന്നത്. മീൻ പെട്ടെന്ന് തന്നെ വേകുകയും ചെയ്യും. പിന്നെ നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞ് സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചട്ടിയുടെ ചൂട് കൊണ്ട് മീൻ നന്നായിട്ട് വേകുകയും ചെയ്യും കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. എന്തായി നോക്കാം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതുപോലെ മീനും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വാങ്ങി വെക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് അതിനേക്കാളും കൂടുതലായിട്ട് നന്നായിട്ട് തോന്നിയത് കടുക് പൊട്ടിച്ചിടുന്നതാണ്. അപ്പോൾ നമുക്കത് ചെയ്യാം. ഇത് വറുത്തിടാൻ വേണ്ടി ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ. ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ 1 ചെറിയ ഉള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത്, 1/4 ടീസ്പൂൺ ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞത്. സ്റ്റൗ ഓഫ് ചെയ്യാം. 1 കറിവേപ്പില. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് കറിയിലേക്ക് ഒഴിക്കാം. ഇത് ഒഴിച്ചതിന് ശേഷം ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടാറിയപ്പോൾ നല്ല തിക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് ഈ ചട്ടിയിൽ തന്നെ ഇരിക്കുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതായിരിക്കും കൂടുതലും ടേസ്റ്റ്. ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.